Dear students, ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് 8.1 റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് ചെയ്യാം. If angle A and angle B are acute angles such that cos A is equal to cos B, then show that angle A is equal to angle B. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പേജ് നമ്പർ 181 ക്വസ്റ്റ്യൻ നമ്പർ 6 അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് അല്ലേ. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ എയും ബിയും അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആയിട്ട് എടുത്തു, ബി എന്ന് പറയുന്നതും അക്യൂട്ട് ആംഗിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും? 90 ഡിഗ്രി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ സി ആണ് ഇവിടെ 90 ഡിഗ്രി. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ? വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. അപ്പോൾ കോസ് എ കോസ് ബി ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കോസ് എ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ. കോസ് എ കാണാനായിട്ടുള്ള ഫോർമുല നമുക്ക് പഠിച്ചിട്ടുണ്ട്. കോസ് എ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? കോസ് കാണാനായിട്ടുള്ള ഫോർമുല അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കോസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ആംഗിൾ എനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ് അല്ലേ. എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. അഡ്ജസൻറ്റ് സൈഡ് എ സി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഹൈപ്പോട്ട്ന്യൂസ് വരും. നമുക്കറിയാം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോസ് എയുടെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോസ് എക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ. എയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? എ സി. അപ്പോൾ കോസ് എ എന്ന് പറഞ്ഞാൽ എ സി അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാ? എ ബി. ഉപയോഗിച്ച ഫോർമുല കോസ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. എയുടെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. കറക്ഷൻ. എയുടെ ഹൈപ്പോട്ട്ന്യൂസ് ഇതാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുമ്പോൾ എ ബി. അത് എ എന്ന് പറഞ്ഞ ആംഗിളിനെ ബേസ് ചെയ്ത് പറഞ്ഞു. ഇതേപോലെ ആംഗിൾ ബിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ കോസ് ബി. ആംഗിൾ ബിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ബിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. ഹൈപ്പോട്ട്ന്യൂസ് വിൽ റിമെയിൻ സെയിം, അതിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ബി എന്ന് പറഞ്ഞ ആംഗിളിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസൻറ്റ് സൈഡും ആണ്. അപ്പോൾ കോസ് ബി കാണാനായിട്ടുള്ള ഫോർമുല അഡ്ജസൻറ്റ് സൈഡ്, ബിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാ? എ ബി. അപ്പോൾ കോസ് ബി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ ബി ആണ്. അപ്പോൾ ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും ചേഞ്ച് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കൂ, രണ്ട് സൈഡും കോമൺ ആയിട്ട് ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഏതാണ്? എ ബി ഈസ് കോമൺ. അത് ക്യാൻസൽ ചെയ്യാം അല്ലേ. ബോത്ത് സൈഡ്സ് വി ക്യാൻ ക്യാൻസൽ എ ബി. സോ വാട്ട് വിൽ ബി റിമൈനിങ് ഈസ് എ സി ഈസ് ഈക്വൽ ടു ബി സി. എ സിയും ബി സിയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. എ സി എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, ബി സി എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് അല്ലേ. 9th നമ്മളൊരു തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് എന്താ? ഇഫ് ടു സൈഡ്സ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഓൾസോ ഈക്വൽ. രണ്ട് സൈഡ് ഒരു ട്രയാങ്കിളിൽ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാ? ആംഗിൾ ബി ആണ്. ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാ? ആംഗിൾ എ ആണ്. ഒന്നുകൂടിയും പറയാം. എ സി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ബി ആണ്. ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ എ ആണ്. അപ്പോൾ എ സി ബി സി ഈക്വൽ ആണെങ്കിൽ
ആംഗിൾ ബിയും ആംഗിൾ എയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബൈ തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 9th ഒരു തിയറം. എന്തായിരുന്നു? ഇഫ് ടു സൈഡ്സ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഓൾസോ ഈക്വൽ. ഹെൻസ് ദ റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്തു ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആക്ച്വലി ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്താണോ വല്ലാത്ത വിഷമമുള്ള ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിച്ചെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മനസ്സിലാക്കേണ്ടതിൽ? കോസ് എ കോസ് ബി എന്ന് പറഞ്ഞ സൈഡ്സ് വെച്ചിട്ട് നമ്മൾ ആദ്യം എഴുതി. കോമൺ ആയിട്ടുള്ള സൈഡ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ വേറെ രണ്ട് സൈഡ്സ് ഈക്വലായി. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായി. സോ വി ക്യാൻ പ്രൂവ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 7/8, ഇവാലുവേറ്റ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 1 plus sin theta into 1 minus sin theta whole divided by 1 plus cos theta into 1 minus cos theta. ഇതായിരുന്നു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോണത് കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന്. എന്താണ് തന്നിട്ടുള്ളത്? കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 7/8. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കോട്ട് തീറ്റ ആണ് തന്നിട്ടുള്ളത് 7/8. ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നുള്ളതെന്ന് വിചാരിക്കുക. ആംഗിൾ എ ആണ് തീറ്റ എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് തന്നിട്ടില്ല ഏതാണ് ആംഗിൾ തീറ്റ എന്ന്. ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു തീറ്റ. ഇങ്ങനെയാണ് ഫിഗർ എന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ തീറ്റേനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇതിൻ്റെ ഒപ്പോസിറ്റ് സൈഡാണ് ഇത് അല്ലേ. ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത് വരിക. ഇതാണ് ഹൈപ്പോട്ന്യൂസ് വരിക. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ സൈഡ്സ് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കോട്ട് തീറ്റയാണ് തന്നിട്ടുള്ളത് 7/8. കോട്ടിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് അല്ലേ. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഒപ്പോസിറ്റ് സൈഡ് ആണ് അല്ലേ. ഇതിലെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് അഡ്ജസൻറ്റ് സൈഡ്? എ ബി ആണ് അല്ലേ. അതുപോലെ ഒപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി സി ആണ്. അപ്പോൾ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു, അതായത് എ ബി എന്ന് പറയുന്നത് 7 എന്നല്ല 7k എന്ന് നമുക്ക് എടുക്കാം അല്ലേ. നമ്മൾ 7 എന്നല്ല എടുക്കേണ്ട, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോ എ ബി വിൽ ബി 7k. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 8. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 8 എന്നല്ല നമ്മൾ എടുക്കുക 8k. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 7kയും ഓപ്പോസിറ്റ് സൈഡ് 8kയും എടുക്കണം. കാരണം റേഷ്യോനെ വാല്യൂസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് അറിയാം 7k ആണ്, ഓപ്പോസിറ്റ് സൈഡ് അറിയാം 8k ആണ്. ഹൈപ്പോട്ന്യൂസ് ഇനി കണ്ടുപിടിക്കാം. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 7k ഹോൾ സ്ക്വയർ പ്ലസ് 8k ഹോൾ സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ കാണാനായിട്ട് മറ്റ് രണ്ട് സൈഡിൻ്റെ സ്ക്വയേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49k സ്ക്വയർ ആയി. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64k സ്ക്വയർ ആയി. 64ഉം 49ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 113 ആയി അല്ലേ, കെ സ്ക്വയർ. അത് എ സി സ്ക്വയർ ആണ്. സോ എ സി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 113k എന്ന് പറയാം. റൂട്ട് ഓഫ് 113 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇപ്പോൾ റൂട്ട് അതുപോലെ ഇടാം നമുക്ക്. റൂട്ട് 113k അതാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 113k എന്ന് കിട്ടി. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ്. അപ്പോൾ അതിൽ രണ്ട് ടേമുകളാണ് നമുക്ക് വേണ്ടത്. ആദ്യം സൈൻ തീറ്റ വേണം, പിന്നെ കോസ് തീറ്റ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാം, എന്നാലാണ് ആൻസർ കിട്ടുക. സൈൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്കറിയാം, ഒപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. ഈ പ്രോബ്ലത്തിൽ ഒപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 8k ആണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് റൂട്ട് ഓഫ് 113k ആണ് അല്ലേ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ് 8k divided by root of 113k. k can be cancelled, so it will be 8 by root of 113. That will be sin theta. Next നമുക്ക് cos theta കണ്ടുപിടിക്കണം അല്ലേ. So cos theta is equal to
ഫോർമുല അറിയാം, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. നമ്മുടെ പ്രോബ്ലത്തിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 7k ആണ്. ഹൈപ്പോട്ന്യൂസ് അറിയാം √113k ആണ്. k can be cancelled. So what you will be getting 7 by √113. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ കിട്ടി, കോസ് തീറ്റ കിട്ടി. ഇനി നമ്മുടെ ആൻസറിലേക്ക് എത്താം. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta. ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം അല്ലേ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊരു ഫോർമുലയുടെ ഫോമിലാണ്, കണ്ടാൽ അറിയാം നമുക്ക്. 1 plus sin theta into 1 minus sin theta എന്ന് പറഞ്ഞാൽ a plus b into a minus b എന്നുള്ള ഫോമാണ് അല്ലേ. അതിനെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഉപയോഗിച്ച ഫോർമുല a plus b into a minus b is equal to a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും a plus b into a minus b എന്നുള്ള ഫോമാണല്ലോ. അപ്പോൾ അതിനെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാൽ കോസ് ആണ്. സോ ഇറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ നമുക്കറിയാം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, വിച്ച് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് ആക്ച്വലി നമ്മുടെ പ്രോബ്ലം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു അല്ലേ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ടേം? 8 ഡിവൈഡഡ് ബൈ √113 അതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ടേം അല്ലേ. ഹോൾ സ്ക്വയർ അതുപോലെ ഇട്ടു. സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 8 ബൈ √113 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 7 ബൈ √113 ആയിരുന്നു അല്ലേ. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എത്രയാണ്? 7 ബൈ √113 ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്കറിയാം ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ട് 1 മൈനസ് 8ൻ്റെ സ്ക്വയർ 64 എന്നായി. √113നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആവും അല്ലേ. സോ ഇറ്റ് വിൽ ബി 113. 8ൻ്റെ സ്ക്വയർ 64, √113ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് 113 എന്ന് വരും. ഡിനോമിനേറ്റർ ഇതുപോലെ ചെയ്യുമ്പോൾ 1 മൈനസ് 7 സ്ക്വയർ വിൽ ബി 49. √113നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റൂട്ട് സെപ്പറേറ്റ് സ്ക്വയർ സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ. സോ റൂട്ട് പോയിട്ട് അവിടെ 113 മാത്രമാവും. സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് LC എടുത്ത് ചെയ്യണം അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ ആലോചിക്കാം. 1 ഇൻറ്റു 113 മൈനസ് 1 ഇൻറ്റു 64 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 113 എന്ന് വരും. ഇതേപോലെ ഡിനോമിനേറ്ററിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 113 1 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 113 എന്ന് വരും. കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 113 മൈനസ് 64 എന്ന് വരും അല്ലേ. വിച്ച് വിൽ ബി 36 പ്ലസ് 49 അല്ലേ. ഡിവൈഡഡ് ബൈ ഇവിടെ 113 49 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 64 എന്ന് വരും അല്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 49 ഡിവൈഡഡ് ബൈ 64. ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താലും ഇത് തന്നെയാണ് ആൻസർ കിട്ടുക. അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം റൂട്ടും റൂട്ട് ഉള്ളതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ 49 ഡിവൈഡഡ് ബൈ 64. ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോട്ട് സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ അല്ലേ. നോക്കാം നമുക്ക് എന്താണ് കോട്ട് സ്ക്വയർ തീറ്റ എന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോട്ട് സ്ക്വയർ തീറ്റ, ഇതായിരുന്നു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. കോട്ട് സ്ക്വയർ തീറ്റ കാണാനായിട്ട് ആദ്യം കോട്ട് തീറ്റയുടെ വാല്യൂ അറിയണം അല്ലേ. കോട്ട് തീറ്റ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കോട്ട് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 7k ഡിവൈഡഡ് ബൈ 8k which will be 7 by 8.
അപ്പോൾ കോട്ട് തീറ്റ വിൽ ബി ഈക്വൽ ടു 7/8. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 7/8ൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക അല്ലേ. സ്ക്വയർ ചെയ്യണം അവിടെ. 7/8 സ്ക്വയർ. 7 square is 49, 8 square is 64. So what will be the answer? Cot square theta will be 49 divided by 64. നോക്കൂ, നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുള്ള ആൻസറും സെയിം അല്ലേ. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനും സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ആ ആൻസർ ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. മനസ്സിലാക്കുക, ഫസ്റ്റും സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആക്ച്വലി രണ്ട് ടേമും ഈക്വൽ ആണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് 7th പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ആ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 8 നെക്സ്റ്റ് വി ക്യാൻ ഡു. ഇഫ് 3 cot A is equal to 4, check whether 1 minus tan square A divided by 1 plus tan square A is equal to cos square A minus sin square A or not. So we have to check whether they are equal. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം നമുക്ക് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണോ എന്നുള്ളത്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ടേം എന്താണെന്നുള്ള ആദ്യം നോക്കണം കേട്ടോ. നമുക്കൊരു വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. വാട്ട് ഈസ് ഗിവൺ? ഇറ്റ് ഈസ് ഗിവൺ 3 cot A ഈസ് ഈക്വൽ ടു 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. 3 cot A ഈസ് ഈക്വൽ ടു 4. നമുക്കറിയാം ഇത് നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് ആയിട്ടില്ല. ട്രിഗണോമെട്രിക് റേഷ്യോ മാത്രമാണ് ഒരു സൈഡിൽ വരേണ്ടത്. സോ 3 ഷുഡ് ബി ടേക്കൺ ടു ദ അതർ സൈഡ് അല്ലേ. അപ്പോൾ cot A എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4/3. 3നെ റൈറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ cot A ഈസ് ഈക്വൽ ടു 4/3 എന്ന് എഴുതാം. ആദ്യം അങ്ങനെയാണ്. എപ്പോഴും റേഷ്യോ മാത്രം ഒരു സൈഡിൽ കോൺസ്റ്റന്റുകളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ആസ് യൂഷ്വൽ ABC എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ. എ എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണെന്ന് വിചാരിച്ചോളൂ. സോ എനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും വരാം, അഡ്ജസൻറ്റ് സൈഡ് ഇതായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും. ഇതാണ് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ട്രയാംഗിൾ വരച്ച് സൈഡ്സ് ഡിഫൈൻ ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് BC. കോട്ട് എയുടെ ഫോർമുല നമുക്കറിയാം. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞത് ഏതായിരിക്കും വരിക? 4 എന്നല്ല നമ്മൾ എഴുതാറ്, 4K അല്ലേ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്തെടുക്കാം? 3K എന്ന് എടുക്കാം. അപ്പോൾ ഒരാളും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ആരാണ്? AC, വിച്ച് ഈസ് ഹൈപ്പോട്ടന്യൂസ്. അത് ആദ്യം കണ്ടുപിടിക്കാം. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു 4K സ്ക്വയർ പ്ലസ് 3K സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെയായിരിക്കും. രണ്ട് സൈഡ് തരും, മൂന്നാമത്തെ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. 4 സ്ക്വയർ 16K സ്ക്വയർ ആയി, 3 എന്ന് പറയുമ്പോൾ 9K സ്ക്വയർ ആയി അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 25K സ്ക്വയർ ആയി. അത് AC സ്ക്വയർ ആണ്. അപ്പോൾ AC ഈസ് ഈക്വൽ ടു √25K സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു 5K. അപ്പോൾ ACയുടെ വാല്യൂ നമുക്ക് കിട്ടി 5K. Now we have all the 3 sides. 3 സൈഡ് ഇപ്പോൾ നമുക്കറിയാം. ഇനി നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. വാട്ട് വാസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ? 1 മൈനസ് tan സ്ക്വയർ A. ഇതാണ് LHS. ആദ്യം LHS നമുക്ക് കണ്ടുപിടിക്കാം. 1 മൈനസ് tan സ്ക്വയർ A ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ A. ഇതായിരുന്നല്ലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ആദ്യം നമുക്ക് tan A കണ്ടുപിടിക്കണം അല്ലേ. അപ്പോഴാണ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, tan A ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3K ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4K ആണ്. സോ ഒബിയസ്ലി 3/4 ആയിരിക്കും tan A. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ആലോചിക്കാം. cot A 4/3 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും tan A 3/4. അങ്ങനെ ആലോചിച്ചാലും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. 1 മൈനസ് tan Aയുടെ വാല്യൂ 3/4 ആണ്. So it will be 3/4 whole square divided by 1 plus 3/4 whole square. tan square A എന്ന് പറയുന്നത് തന്നെയാണ് tan A whole square. കുറച്ച് പേർക്ക് സംശയം വരാറുണ്ട് whether they are equal. tan A whole square എന്ന് പറയുന്നത് തന്നെയാണ് tan square A എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ tan A എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അതിനെ സ്ക്വയർ ചെയ്താൽ tan square A കിട്ടും. സോ 1 minus 3/4 whole square divided by 1 plus 3/4 whole square എന്നാണ് വരിക. സോ 1 മൈനസ് 3യുടെ സ്ക്വയർ 9 ആയി, 4ൻ്റെ സ്ക്വയർ 16 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3യുടെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ LC എടുക്കണം അല്ലേ. 16നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ ആലോചിച്ചാലും മതി. 16 × 1 16 മൈനസ് 1 × 9 9 divided by
1 into 16 16 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൽ സി എടുക്കാം. ഇതേപോലെ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 into 16 16 1 into 9 9 ഡിവൈഡഡ് ബൈ 1 into 16 16 എൽ സി എടുക്കുകയാണ് ചെയ്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ 16 എന്ന് പറയുന്ന കോമൺ എൽ സി എം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 16 minus 9 which will be 7 divided by 16 plus 9 which will be 25 അല്ലേ. സോ 16 9 പോയി കഴിഞ്ഞാൽ 7 ആയി. 16 plus 9 എന്ന് പറഞ്ഞാൽ 25. So you will be getting 7 divided by 25. That will be the LHS. ഇത് തന്നെയാണോ RHS എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗിവൺ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. ഇതാണ് RHS തന്നിട്ടുള്ളത്. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. കോസ് എ ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. കോസ് എ ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4k ആണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 5k ആണ്. സോ ഇറ്റ് വിൽ ബി 4/5. അതാണ് കോസ് എ വരിക. അപ്പോൾ 4/5 ഹോൾ സ്ക്വയർ അതാണ് കോസ് സ്ക്വയർ എ വരും. സൈൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്. ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? 3k. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 5k. കട്ട് ചെയ്ത് കളഞ്ഞാൽ 3/5 അതാണ് സൈൻ എയുടെ വാല്യൂ വരിക. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 3/5 ഹോൾ സ്ക്വയർ. നോക്കാം, 4നെ സ്ക്വയർ ചെയ്താൽ 16 ആയി. 5നെ സ്ക്വയർ ചെയ്താൽ 25 ആയി അല്ലേ. ഇവിടെ 3നെ സ്ക്വയർ ചെയ്താൽ 9 ആയി. 5നെ സ്ക്വയർ ചെയ്താൽ 25 ആയി. കോമൺ ആയിട്ട് എൽ സി എം 25 നമുക്ക് എടുക്കാം അല്ലേ. രണ്ടിലും കോമൺ എൽ സി എം 25 ആണ്. 16 minus 9 which will be 7. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് നമുക്ക് കിട്ടുക? 7 divided by 25. ഇപ്പോൾ നോക്കൂ, എൽ എച്ച് എസും 7/25 ആണ്. RHSഉം 7/25 ആണ്. വിച്ച് മീൻസ് LHS ആൻഡ് RHS ആർ ഈക്വൽ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എല്ലാം ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ സൈഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.